ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ലക്ഷ്മിക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് മേഘ. അവൾ മുത്തശ്ശിയുടെ മരുന്നൊക്കെ എടുത്തിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറയുന്നുണ്ട്. അത് കണ്ടത് ലക്ഷ്മിയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ജനലിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ട്, മേഘ മോളെ നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്, എന്നെ ഒന്ന് നോക്ക് ദയവായിട്ട്. അപ്പം മേഘ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മയെ കരയുന്നത്? അച്ഛനാണെങ്കിൽ എന്നെ സ്വീകരിക്കുന്നുമില്ല, നിങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞതൊട്ട് ചെയ്തു തരുന്നുമില്ല. പറ്റുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ ഈ ജീവിതം ഉപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കരഞ്ഞുകൊണ്ടാണ് മേഘ പറയുന്നത്. അപ്പോൾ ലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഘ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്? അച്ഛൻ തിരിച്ചു വരട്ടെ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, അങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്യല്ലേ മോളേന്ന്. അപ്പോൾ ലക്ഷ്മി പറയാണ്, നീ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ നീ ആവശ്യപ്പെട്ടതൊക്കെ ചെയ്തു തരാം. അപ്പം മേഘയും പറയുന്നുണ്ട്, ഇല്ലമ്മ, നിങ്ങൾ പറയുന്നത് പോലെ അച്ഛൻ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്തു തരില്ല. എനിക്ക് അവരെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല മേഘ, ഞാൻ അച്ഛനോട് സംസാരിച്ച് നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരിൽ തന്നെ എഴുതി വെക്കാൻ പറയാം. അപ്പോൾ മേഘ വീണ്ടും പറയാണ്, ഇല്ലമ്മ, ഞാനിതൊന്നും വിശ്വസിക്കില്ല. അത് കേട്ടത് മുത്തശ്ശി പറയുന്നുണ്ട്, ലക്ഷ്മി, അവൾ തന്നെ പറയുന്നതല്ലേ അവൾ വിശ്വസിക്കുന്നില്ല എന്ന്. പിന്നെ എന്തിനാ നീ മഹേന്ദ്ര എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരിലല്ലേ ഉള്ളത്, അത് അവൾക്ക് എഴുതി കൊടുക്കാമെന്ന് നീ ഒന്ന് പറ. ലക്ഷ്മി അത് കേട്ടതൊന്ന് ആലോചിക്കുന്നുണ്ട്. അവരാകെ വല്ലാതെ ആവുകയാണ്. കാരണം മഹേന്ദ്രനോടും മുത്തശ്ശനോടൊന്നും സംസാരിക്കാതെ അതെങ്ങനെ എഴുതി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട്, അവളിപ്പോൾ ആ മരുന്നുകൾ കഴിക്കും, നീ പെട്ടെന്ന് തന്നെ പറയാൻ നോക്ക്. അപ്പോൾ മേഘയാണെങ്കിൽ വേഗം ആ ഗുളിക എടുത്ത് കഴിക്കാൻ വേണ്ടി പോകുന്ന പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നുണ്ട്, അമ്മ പോലും എന്നോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. അത് മാത്രമല്ല, എന്നോട് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കൾ എനിക്ക് എഴുതിത്തരാൻ മടിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് പറയാണ്, ഇല്ല മേഘ, നിൻ്റെ മേലെ എനിക്ക് വിശ്വാസമില്ലായിട്ടല്ല. ഞാൻ നിൻ്റെ മേലെ ഒരുപാട് വിശ്വാസം വെച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അറിയാതെ എനിക്കങ്ങനെ സ്വത്തുക്കൾ എഴുതിത്തരാൻ പറ്റില്ല മോളെ, നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് നിനക്ക് എഴുതിത്തരാം, ദയവ് ചെയ്ത് നീ എന്നൊന്ന് വിശ്വസിക്ക്. അപ്പോൾ മേഘ വാശി പിടിക്കുകയാണ്, വേണ്ട, കാരണം അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. എനിക്ക് അവരെ നന്നായിട്ടറിയാം. മേഘ നന്നായിട്ട് കരഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ്. എനിക്കാണെങ്കിൽ അമ്മയും അച്ഛനും ഇല്ല, ഒരു സ്വത്തുക്കളും എൻ്റെ പേരിലില്ല. പിന്നെ എന്തിന് ഞാൻ ജീവനോടെ നിൽക്കണം? അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഞാൻ മരിക്കുന്നതല്ലേ നല്ലത് എന്നും പറഞ്ഞിട്ട് മരുന്നുകൾ വായിലേക്ക് ഇടാൻ നോക്കുകയാണ്. പക്ഷേ അതവൾ വായിലിടുന്നത് പോലെ അഭിനയിക്കുന്നേ ഉള്ളൂ. കാരണം വായിൻ്റെ അടുത്ത് കൊണ്ടുപോകും, ഇപ്പോൾ വിഴുങ്ങുന്നുള്ള രീതിയിൽ ലക്ഷ്മിയെ വെറുതെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയും മുത്തശ്ശിയാണെങ്കിൽ ജനലിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഘ അങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കൊച്ചുമോള് മരിക്കാൻ പോവാണേ. ലക്ഷ്മി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയാണ്, എന്താ ലക്ഷ്മി ഇത്, നിനക്ക് നിൻ്റെ കുട്ടിയേക്കാളും വലുതാണോ നിൻ്റെ സ്വത്തുക്കൾ? എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ എല്ലാവരും ചേർന്ന് എൻ്റെ കൊച്ചുമോളെ കൊല്ലാൻ പോവുകയാണേ. മേഘയാണെങ്കിൽ ആ മരുന്ന് എത്തിയിട്ടും വായിക്കകത്ത് എത്താത്ത രീതിയിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മേഘ, ആ ഗുളികകൾ കഴിക്കാതെ ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്ക്. ആദ്യം നീ പോയിട്ട് ആ വാതിലൊന്ന് തുറക്ക്. നിനക്ക് എന്താ വേണ്ടത്? എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരിൽ എഴുതി വെക്കണം, അത്രയല്ലേ വേണ്ടൂ? മേഘ അതിശയത്തോടു കൂടി ലക്ഷ്മിയെ നോക്കുകയാണ്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എഴുതിത്തരാം മേഘ, ദയവ് ചെയ്ത് നീ ആ വാതിലൊന്ന് തുറക്ക്. അത് കേട്ട സമയത്ത് പിന്നീന്ന് മുത്തശ്ശി ഇങ്ങനെ ആശ്വാസത്തോടെ നിൽക്കുകയാണ്. സമാധാനമായി, തങ്ങളുടെ അഭിനയം ഫലിച്ചു എന്നുള്ളൊരർത്ഥത്തിൽ. അതിനുശേഷം മേഘയോട് പറയുന്നുണ്ട്, മേഘ, അമ്മ എഴുതിത്തരാമെന്ന് പറഞ്ഞില്ലേടാ മോളെ, ഇനിയെങ്കിലും പോയിട്ട് എൻ്റെ മോള് കതക് തുറക്ക്. അപ്പോഴും മേഘ വീണ്ടും മരുന്ന് കൈ തന്നെ വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ, ഇനി പിന്നീട് നിങ്ങൾ വീണ്ടും മാറ്റുമോ, ഈ വർത്താനം മാറ്റുമോ? നിങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതി വെക്കില്ലേ? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അയ്യോ സത്യമായിട്ടും എഴുതി വെക്കാം, നീ ഒന്ന് കതക് തുറക്ക് പ്ലീസ് മേഘ. അപ്പോൾ മേഘ വേഗം തൻ്റെ കയ്യിലിരുന്ന ഗുളികകളൊക്കെ ആ ബോട്ടിലിൽ തന്നെ തിരിച്ചിട്ടിട്ട് വന്നിട്ട് കതക് തുറക്കുകയാണ്. അപ്പോഴേക്കും വേഗം ലക്ഷ്മിയും മുത്തശ്ശി ഓടിയിട്ട് മുറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മേഘയുടെ അടുത്തെത്തിയ സമയത്ത് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, എന്താ മേഘ ചെറിയ കുട്ടികളെ പോലെ ചെയ്യുന്നത്? ഇങ്ങോട്ട് നോക്ക്, നീ എൻ്റെ വയറ്റിൽ ജനിച്ചിട്ടില്ലെങ്കിലും നീ എൻ്റെ മോളാണ് മേഘ. നിനക്ക് എല്ലാ അവകാശങ്ങളും ഈ വീട്ടിലുണ്ട് മേഘ. അത് കേട്ടതും പിന്നീന്ന് മുത്തശ്ശി ചിരിക്കുന്നുണ്ട്. കേവലം ഈ പണത്തിനും സ്വത്തിനും വേണ്ടി ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? മേഘയുടെ കവിളിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെയാണ് ലക്ഷ്മി പറയുന്നത്, ഇങ്ങോട്ട് നോക്ക്, എൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും ഞാൻ നിൻ്റെ പേരിലേക്ക് മാറ്റി എഴുതി തരാം. അത് കേട്ട സമയത്ത് മേഘ വല്ലാതെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അത് ലക്ഷ്മി കാണാതിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെ അതിനു മാത്രം അഭിനയിക്കുന്നില്ല. പക്ഷെ പിന്നിൽ നിൽക്കുന്ന മുത്തശ്ശിയുടെ മുഖത്ത് അത്രയും സന്തോഷമാണ്. എന്തിനു വേണ്ടിയിട്ടാണോ അവരിങ്ങനെയൊക്കെ നാടകം പ്ലാൻ ചെയ്തത്, അത് ഫലിച്ചു എന്നുള്ള അർത്ഥം.
അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, ഞാൻ എഴുതി തരാം, എൻ്റെ പേരിലിരിക്കുന്ന മുഴുവൻ സ്വത്തിനും അടുത്ത അവകാശി നീയാണ്. അത് മതിയോ അത് മതിയോ എന്ന് ചോദിച്ചിട്ട് മേഘയോട് സ്നേഹത്തോടെ കവിളിൽ തലോടിയപ്പോൾ മേഘ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മതി അമ്മ മതി. എന്നിട്ട് പിന്നീട് നിൽക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് തംസപ്പ് കാണിക്കുകയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ സക്സസ് ആയിന്ന്. അവരും സന്തോഷത്തോടെ പറയുന്നുണ്ട് ഡൺ. എന്നിട്ട് പിന്നെയും മേഘ അമ്മയുടെ നെഞ്ചിൽ കിടന്നിട്ട് കരയുകയാണ്. അതിനുശേഷം എഴുന്നേറ്റപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വാ. മേഘയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മി താഴേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, കുഴപ്പമില്ല, മേഘ യുക്തിക്കാരി തന്നെയാണ്. എന്തായാലും അഭിനയിച്ചുകൊണ്ട് അവളുടെ കാര്യം നേടി. അതേസമയം പോലീസുകാരുടെ കൂടെ ചന്ദ്രികയെ മലരിനെ അന്വേഷിച്ച് പോകുന്ന കൂട്ടത്തിലാണ് സിദ്ധാർത്ഥും മഹേന്ദ്രനും ഉള്ളത്. ആ സമയത്ത് കാറിൽ ഇരിക്കുമ്പോഴൊക്കെ സിദ്ധാർത്ഥ് ചിന്തിക്കുന്നത് എയർപോർട്ടിൽ വെച്ചിട്ട് ചന്ദ്രിക പറഞ്ഞ ആ കാര്യങ്ങളാണ്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ എനിക്കും മലരിനും കൂട്ടായിട്ട് ഞങ്ങളുടെ കൂടെ തുണയായിട്ട് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ വെച്ച് മഹേഷ് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച സമയത്തും ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ സിദ്ധാർത്ഥ് സാറിനെ സ്നേഹിക്കുന്നില്ല എന്ന്. എന്നിട്ടും അവൾ പോകുന്ന സമയത്ത് അവളുടെ മോതിരെടുത്തിട്ട് സിദ്ധാർത്ഥിൻ്റെ കൈവിരലിൽ അണിഞ്ഞതൊക്കെ അവൻ ഓർക്കുകയാണ്. തൻ്റെ കൈവിരലിൽ ചന്ദ്രിക അണിഞ്ഞ ആ മോതിരം തന്നെ നോക്കിയിരിക്കുകയാണ് സിദ്ധാർത്ഥ്. അവൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അല്പദൂരം കൂടെ മുന്നോട്ട് പോയതിനു ശേഷം ഒരു കടയുടെ മുന്നിൽ നിർത്തിയിട്ട് അവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആ കോൺസ്റ്റബിൾ ആ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ആ മാഞ്ചോല കാടിനുള്ളിലേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയോ, എളുപ്പവഴി അറിയോ എന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല സർ. അങ്ങോട്ടേക്ക് പോകാൻ ഒരു മരത്തിൻ്റെ പാലുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾ പോകണമെങ്കിൽ അതുവഴിയാണ് പോവേണ്ടത്. അത് കുറച്ച് റിസ്ക് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടു കൂടി വേണം അങ്ങോട്ടേക്ക് പോകാൻ. അതിനുശേഷം ആ കോൺസ്റ്റബിൾ അവർക്ക് 4 പേർക്കുള്ള ചായക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ ചായ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള ടി വിയിൽ ഒരു ന്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള മാഞ്ചോലക്കാട്ടിനുള്ളിൽ അവിടുത്തെ ക്ഷേത്രത്തിലൊരു ഇത് നടക്കുന്നുണ്ട്, ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവിടെ ക്ഷേത്രം വൃത്തിയാക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ന്യൂസിൽ പറയുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ആ കാടിൻ്റെ പേര് കേട്ട സമയത്ത് ടി വിയിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ക്ഷേത്രത്തിനകത്ത് കൂടി ദിലീപും അതുപോലെ മഹേഷും നടന്നു വരുന്നുണ്ടായിരുന്നു. മഹേഷിനെ സ്ക്രീനിൽ കണ്ട സമയത്ത് സിദ്ധാർത്ഥ് ശരിക്കും ഷോക്കാവുകയാണ്. അവൻ മഹേന്ദ്രനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അങ്കിൾ നോക്ക് നോക്ക്, മഹേഷാണ് ആ ടി വിയിലുള്ളത് എന്ന് പറഞ്ഞ സമയത്ത് മഹേന്ദ്ര നോക്കുന്ന സമയത്ത് മഹേഷിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺസ്റ്റബിളിനോടും കൂടെ വന്നിട്ടുണ്ടായിരുന്ന കമ്മീഷണറോടും ഒക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് മഹേഷാണതെന്ന്. അപ്പോൾ അതിൽ കാണാത്തപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എവിടെ സിദ്ധു എന്ന്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അങ്കിൾ സത്യമായിട്ടും ഞാനിപ്പോൾ കണ്ടതാ, അവൻ ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അപ്പോൾ മഹേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, നീ സത്യമാണോ പറയുന്നത്, മഹേഷിനെ തന്നെയാണോ നീ കണ്ടത്? സത്യമായിട്ടും അങ്കിൾ ഞാൻ കണ്ടത് മഹേഷിനെ തന്നെയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടത് മഹേഷിനെ തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ സർ, എനിക്ക് നന്നായിട്ട് അറിയും സർ, ഞാൻ ഇപ്പോഴാണ് അവനെ കണ്ടത്, ഇപ്പോൾ ജസ്റ്റ് നൗ. അപ്പോൾ ആ കടക്കാരനും ടി വിയിലേക്ക് നോക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ ആ ഒരു വെപ്രാളൊക്കെ കണ്ടിട്ട്. അതിനുശേഷം കോൺസ്റ്റബിളിനോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ സർ, എന്താ പ്രശ്നം? അപ്പോൾ കോൺസ്റ്റബിൾ അയാളുടെ ഫോണിലുണ്ടായിരുന്ന മഹേഷിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ കടക്കാരന് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേര് മഹേഷ് എന്നാണ്. അപ്പോഴും സിദ്ധാർത്ഥ് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് മഹേന്ദ്രനോട്, സത്യമായിട്ടും അങ്കിൾ ഞാൻ കണ്ടത് മഹേഷിനെ തന്നെയാണ്. അതിനുശേഷം കോൺസ്റ്റബിൾ ചന്ദ്രികയുടെ മലറിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കടക്കാരനോട് പറയുന്നുണ്ട്, ഈ മഹേഷ് എന്ന് പറഞ്ഞ ആൾ ഇന്ത്യയിൽ നിന്നും ഈ പെൺകുട്ടിയെയും ഇവളുടെ കുഞ്ഞിനെയും കടത്തിക്കൊണ്ട് വന്നതാണ്. ഈ പെൺകുട്ടിയെയും ഈ കുഞ്ഞിനെയും തേടിക്കൊണ്ടാണ് ഇവർ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, സർ എൻ്റെ സഹോദരൻ ആ ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. നിങ്ങൾ ഈ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ അയച്ചിട്ട് അവൻ ഇവരെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് എന്നുള്ളത് ഞാൻ ചോദിക്കാം. അപ്പോൾ കോൺസ്റ്റബിൾ പറയാണ് ശരി. എന്നിട്ട് അയാളുടെ നമ്പറിലേക്ക് ആ ഫോട്ടോസൊക്കെ വാട്സപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അയാളാണെങ്കിൽ വേഗം തന്നെ അയാളുടെ സഹോദരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചോദിച്ചിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവരെ സമാധാനിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, അവൻ എത്രയും പെട്ടെന്ന് വിവരം തരുമെന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം കൊണ്ട് തന്നെ അയാളുടെ സഹോദരൻ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ എടുക്കുന്നുണ്ട്. അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കുകയാണ് സഹോദരൻ പറയുന്നത്. അതിനുശേഷം കോൾ കട്ടാക്കിയിട്ട് ഇവരോട് പറയുന്നുണ്ട്, സർ ഇന്ന് ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മഹേഷിൻ്റെയും ചന്ദ്രികയുടെയും താലികെട്ട് നടക്കുകയാണ്. അത് കേട്ടതും സിദ്ധാർത്ഥും മഹേന്ദ്രനും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിനോടായിട്ട് ആ കടക്കാരൻ പറയുന്നുണ്ട്, ആ കുട്ടിയെ കാട്ടിനുള്ളിലുള്ള ഒരു വീട്ടിൽ അവരടച്ചിട്ട് വെച്ചിരിക്കുകയാണ്. മാഞ്ചോലക്കാട്ടിനുള്ളിലോ? സിദ്ധാർത്ഥ് ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, മഹേഷ് ചന്ദ്രികയെ വീണ്ടും കല്യാണം കഴിക്കാൻ പോവാണെന്നോ? സാർ എന്താ ചെയ്യാൻ സാർ? മഹേന്ദ്രൻ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ പറയുന്നത്, നമുക്ക് വേറെ വഴിയൊന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ആ കല്യാണം നമുക്ക് നിർത്തിവെക്കാം. പക്ഷേ അതേസമയം തന്നെ മാഞ്ചോലക്കാട്ടിനുള്ളിൽ പോയിട്ട് ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം.
അത് കേട്ടതും മഹേന്ദ്രനും സിദ്ധാർത്ഥും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, കാരണം ഒരുപക്ഷെ നമ്മൾ ആ കല്യാണത്തെ അവിടെ തടസ്സപ്പെടുത്തുന്ന സമയം കൊണ്ട് ആ കുട്ടിയെ അവൻ അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ സിദ്ധാർത്ഥും മഹേന്ദ്രനും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരേ നേരത്ത് തന്നെ ആ കല്യാണവും നമുക്ക് അവിടെ തടസ്സപ്പെടുത്തണം, അതേസമയം ആ കുഞ്ഞിനെയും നമ്മൾ രക്ഷപ്പെടുത്തണം. അപ്പോൾ മഹേന്ദ്രൻ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, സിദ്ധു, ഞങ്ങൾ പോയിട്ട് കല്യാണത്തെ എങ്ങനെയെങ്കിലും അവിടെ തടസ്സപ്പെടുത്താം, ആ സമയം കൊണ്ട് നീ മാഞ്ചോലക്കാട്ടിനുള്ളിൽ പോയിട്ട് മലറിനെ രക്ഷപ്പെടുത്തുമോ മോനെ. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ശരി, ഞാൻ ചെയ്തോളാം അങ്കിൾ, നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ആ കാര്യം ഞാൻ ചെയ്തോളാം. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഒരു നിമിഷം ഇവിടെ നിൽക്ക്. എന്നിട്ട് അയാൾ വണ്ടിയിൽ പോയിട്ട് ആ മാഞ്ചോലക്കാടിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് സിദ്ധാർത്ഥിന് കാണിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് സഹായമായിരിക്കും. സിദ്ധാർത്ഥ അവിടെയുള്ളൊരു വീട് കാണിച്ചിട്ട് ചോദിക്കുന്നില്ല, ആ ബ്ലൂ പ്രിൻറ്റിൽ ഈ സ്ഥലമല്ലേ സർ? ആ, അത് തന്നെയാണ്. ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൽ പോയിട്ട് കല്യാണം തടസ്സപ്പെടുത്താം. ആ സമയം കൊണ്ട് നീ വേറൊരു വാഹനം പിടിച്ചിട്ട് മാഞ്ചോലക്കാടിനുള്ളിൽ പോയിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്ക്. ശരി സർ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ മഹേന്ദ്രൻ പേടിയോടെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, സിദ്ധു, ഇത് നമ്മൾ ആദ്യമായിട്ട് വന്നൊരു സ്ഥലമാണ്, മാത്രമല്ല വലിയൊരു കാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പോകണം. അപ്പോൾ സിദ്ധാർത്ഥ അയാളെ ധൈര്യപ്പെടുത്തുകയാണ്, അങ്കിൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ, നിങ്ങൾ പോയിട്ട് ചന്ദ്രികയെ രക്ഷിക്ക്, മലറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവർ രണ്ട് ഭാഗത്തേക്കായിട്ട് അവിടുന്ന് സ്പ്ലിറ്റ് ആവുകയാണ്. മഹേന്ദ്രൻ പോലീസുകാരുടെ കൂടെ ചന്ദ്രികയുടെ കല്യാണം മുടക്കാനും അതേസമയം ബ്ലൂ പ്രിൻ്റ് കയ്യിൽ വെച്ചിട്ട് മാഞ്ചോലക്കാടിനുള്ളിൽ മലറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥും പോവുകയാണ്. അതേസമയം നാട്ടിലാണെങ്കിൽ മേഘ ഇങ്ങനെ ടെറസിൽ നിൽക്കുകയാണ്. അവൾ നല്ല സന്തോഷത്തിലാണുള്ളത്. ആ സമയത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മേഘ, എനിക്ക് നിന്നോട് സീരിയസ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ അമ്മ, പറഞ്ഞോളൂ, മേഘ പറയാണ്. അപ്പോൾ കുറച്ച് ദൂരത്തോട്ട് മാറിയിട്ട് മുത്തശ്ശിയും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിനക്ക് അവകാശമില്ല, നിനക്കൊരു കാര്യത്തിലും സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ നീ സങ്കടപ്പെട്ടു. അതുകൊണ്ടാണ് നിൻ്റെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതിത്തരാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിലൊരു കാര്യം കൂടിയുണ്ട്, അത് നിന്നോട് വ്യക്തമായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും മേഘ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി നിൽക്കുകയാണ്. മുഴുവൻ സ്വത്തുക്കളും എന്നെക്കൊണ്ട് നിനക്ക് എഴുതിത്തരാൻ സാധിക്കില്ല. അത് കേട്ടതും മേഘയും മുത്തശ്ശി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇനി എന്താണ് ലക്ഷ്മി പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, നിനക്ക് വന്ന് ചേരേണ്ട സ്വത്തിൻ്റെ പാതി പങ്ക് ഞാൻ നിനക്കിപ്പോൾ എഴുതിത്തരാം. അതുതന്നെ നിൻ്റെ അച്ഛൻ അറിയാതെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ നാളെ അദ്ദേഹം എന്നോട് ചോദിച്ചാൽ തന്നെ മേഘയ്ക്ക് അവകാശപ്പെട്ടത് മാത്രമേ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റണം. മേഘ ക്ഷമയോടുകൂടി ലക്ഷ്മി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കൾ ഞങ്ങളുടെ സമ്മതം കൂടാതെ നീ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കാനോ വിൽക്കാനോ ഒന്നും പാടില്ല. ശരി അമ്മ, സ്വത്തിൻ്റെ പാതി നിങ്ങൾ എനിക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്നെ നിങ്ങൾ മകളായി ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് കേട്ട സമയത്ത് മുത്തശ്ശിക്ക് ദേഷ്യം തോന്നുകയാണ്. അവരിങ്ങനെ പല്ല് കടിച്ച് നിൽക്കുന്നുണ്ട്, ഈ മേഘ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലക്ഷ്മി മേഘയോട് പറയാണ്, ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നാൽ മതി, പുറത്തൊരാളോട് പറയണ്ട. മേഘ സന്തോഷത്തോടെ അതും സമ്മതിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി ലക്ഷ്മി പോയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മേഘയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മേഘയുടെ അവർ ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, ലക്ഷ്മി സ്വത്തിൻ്റെ പാതി എഴുതിത്തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഐസ് മാതിരി അലിഞ്ഞു പോയോ? ഇവിടെ നീ ബുദ്ധിശാലിയായിട്ട് ചിന്തിക്കണം. സ്വത്തുക്കൾ നിനക്കും ചന്ദ്രികയ്ക്കും നേർപകുതിയായിട്ട് തരുമ്പോൾ ചന്ദ്രിക നിനക്ക് തുല്യമായിട്ട് മാറും. എപ്പോഴും നീ ചന്ദ്രികയുടെ മുകളിലായിരിക്കണം എന്നുണ്ടെങ്കിൽ മുഴുവൻ സ്വത്തുക്കളും നിൻ്റെ പേരിലായിരിക്കണം. അയ്യോ, അതെങ്ങനെയാ മുത്തശ്ശി, അമ്മ മുഴുവൻ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി വെക്കുക? അപ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പാതി സ്വത്ത് ലക്ഷ്മി നിൻ്റെ പേരിൽ എഴുതി വെക്കുമെന്ന് പറഞ്ഞില്ലേ? മേഘ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മുഴുവൻ സ്വത്തുക്കളും നിൻ്റെ പേരിലാവുന്ന രീതിയിൽ ഒരു പത്രം ഉണ്ടാക്കി വെക്ക്. അത് കേട്ടതും മേഘയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ എന്താ അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ടാണോ ഒപ്പിടാൻ പോകുന്നത്? അവൾ വന്ന ഉടനെ തന്നെ അതിൽ ഒപ്പിട്ടിട്ട് പോവുക ചെയ്യുക. മുഴുവൻ സ്വത്തുക്കളും നിൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെക്കൊണ്ടും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മഹേന്ദ്രൻ സമ്പാദിച്ച മുഴുവൻ സ്വത്തുക്കൾക്കും നീയാവും അവകാശി. അത് കേട്ടതും മേഘയും പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മഹേന്ദ്രന് പോലും പിന്നെ ആ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ ചന്ദ്രികയ്ക്ക് പിന്നെ നിൻ്റെ അടുത്ത് പോലും വരാൻ സാധിക്കില്ല. ജീവിതകാലം മുഴുവൻ നിൻ്റെ കാലിൻ്റെ അടിയിൽ വെറും ഒരു വേലക്കാരിയായിട്ട് അവൾ ജീവിച്ചോളും. മഹേന്ദ്രൻ തന്നെ പിച്ചക്കാരനായാൽ പിന്നെ ചന്ദ്രികയാണ് അവൻ്റെ മകളെന്ന് പറയുന്നത് കൊണ്ട് നമുക്കെന്താ കുഴപ്പം? മുഴുവൻ കേട്ടതിന് ശേഷം മേഘ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊരു നല്ല ഐഡിയ തന്നെയാണ്, പക്ഷേ ഇതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നവും വരില്ല. നീ ആദ്യം തന്നെ വക്കീലിനെ കണ്ടിട്ട് എല്ലാ സ്വത്തുക്കളും നിൻ്റെ പേരിലാവുന്ന രീതിയിൽ ഒരു പത്രത്തെ റെഡിയാക്കി വെക്ക്. ശരി മുത്തശ്ശി, ഞാനിപ്പം തന്നെ വക്കീലിനോടായിട്ട് സംസാരിക്കാം.
മേഘ അകത്തേക്ക് പോവുകയാണ് വക്കീലിനെ വിളിക്കാൻ വേണ്ടി. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് നേരം വെളുത്തതിന് ശേഷം ചന്ദ്രികയും കൂട്ടിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. മഹേഷും അതേപോലെ മുന്നിലിരുന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ദിലീപാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് മഹേഷും അതുപോലെ ദിലീപും ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ചന്ദ്രിക ഒരുപാട് വിസമ്മതിക്കുന്നുണ്ടായിരുന്നു. കൈയൊക്കെ പിടിക്കുന്ന സമയത്ത് കുതറിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഹേഷ് ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ് അവളെ. മാത്രമല്ല അവൻ്റെ കയ്യിൽ ആ പുടവയുണ്ടായിരുന്നു. ചന്ദ്രിക ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇഷ്ടക്കേടോടെ മഹേഷിൻ്റെ പിന്നാലെ പോകുന്നത്. അവനാണെങ്കിൽ കൈ പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചന്ദ്രികയെ. അകത്തെത്തിയപ്പോൾ കല്യാണത്തിന് വേണ്ടി 4 സ്ത്രീകളൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ചന്ദ്രികയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് മഹേഷ് ആ സ്ത്രീകൾക്ക് ആ പുടവ കൊടുത്തിട്ട് പറയുകയാണ്, ഇന്നാ ഇത് കൊണ്ടുപോയിട്ട് ഇവക്കൊന്ന് മാറ്റിയിട്ട് കൊണ്ടുപോവാ. ചന്ദ്രികയുടെ കൈ അവൻ വിട്ടപ്പോൾ തന്നെ ആ സ്ത്രീ കയറി പിടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എൻ്റെ കൈ വിട്. അപ്പോൾ മഹേഷ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക് ചന്ദ്രിക, സിദ്ധാർത്ഥ് ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അത് നീ ഓർമ്മിച്ചോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ സിദ്ധാർത്ഥിനെ അവിടെ കൊന്നു തള്ളിയിടും. അതുമാത്രമല്ല, അതിനുശേഷം ഈ ജീവിതകാലത്തിൽ ഒരിക്കലും നീ പിന്നെ മലറിനെ കാണില്ല. അത് കേട്ടതും ചന്ദ്രിക ഭയന്നിട്ട് മഹേഷിനെ നോക്കുകയാണ്. അവരുടെ കൂടെ പോയിട്ട് സാരി മാറ്റിയിട്ട് വാ. അപ്പോൾ ആ സ്ത്രീകളാണെങ്കിൽ ചന്ദ്രികയുടെ കൈ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. അവർ ചന്ദ്രികയെ നേരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് സാരിയൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടി കല്യാണത്തിനുള്ളൊരു മണവാട്ടിയാക്കി ഒരുക്കുകയാണ്. പക്ഷേ ചന്ദ്രികയുടെ മുഖത്ത് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൾ സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.